ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിചേട്ടാ, അറിയാലോ. ഇറാനിൽ കലാപം നടക്കുകയാണ്, ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ്, ആഹ് ഇപ്പോ നേപ്പാളിലും കലാപം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്ക് ചുറ്റുമുള്ള സകല രാജ്യങ്ങളും അസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പിന്നെ പറയണ്ടല്ലോ, എല്ലായിടത്തും കലാപം തന്നെയാണ്. ഇപ്പൊ ഇറാനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അയത്തുള്ള ഖമേനിക്കെതിരെ 21 പ്രവിശ്യകളിലേക്ക് കലാപം വ്യാപിച്ചു. ഇന്നലെ കലാപത്തിനിടയിൽ ഒരു തീപിടുത്തം ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നു, പക്ഷെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 35 പേര് മരിച്ചു, 1200 പേര് അറസ്റ്റിലായി. നേപ്പാളിലേക്ക് വരികയാണെങ്കിൽ നേപ്പാളിൽ ഇപ്പോ 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിക്കൻ നെക്ക് ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് കെട്ടി അടച്ചു എന്ന് വാർത്ത കൊടുത്തു. ഇന്ന് നേപ്പാളിന്റെ അതിർത്തികളെല്ലാം താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോ പുറത്തു വരുന്നുണ്ട്. അപ്പോ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അസ്ഥിരമാവുകയാണ്. ഇറാനിൽ കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആംഗിൾ അതിനകത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇറാനിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടും എന്ന് പറഞ്ഞാൽ അയാൾ ഓൾറെഡി പറയുന്നുണ്ട്, ഞാൻ ഇടപെടും എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അവിടെ ആൾക്കാരെ വെടിവെച്ച് കൊന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ അജ്ഞാതനാണ് ഈ കലാപത്തിന്റെ ഇടയിൽ കയറി വെടിയുതിർക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ചു നാൾ മുമ്പ് എടുത്തതാണല്ലോ. നമ്മളെ കർഷക സമരമൊക്കെ നടന്നപ്പോഴും ഇവിടെ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഒരു റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കില്ലെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. കാരണം അജ്ഞാതന്മാരുണ്ട് ചുറ്റും. ഈ അമേരിക്കയുടെ ഈ റിട്ടയർ ആയിട്ടുള്ള പട്ടാളക്കാരന്മാരുടെ സായുധ സംഘങ്ങളെല്ലാം തന്നെ ലോകമെമ്പാടും ചുറ്റി നടപ്പുണ്ട്. ഈ ജെയിംസ് ബോണ്ട് സിനിമയിൽ എന്നവണ്ണം എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കണമെങ്കിൽ ചെറിയൊരു തീ കൊളുത്തി വിടും, എന്നിട്ട് അതിനിടയിൽ കയറി പല ആൾക്കാരെയും വെടിവെച്ച് കൊല്ലും. ശർമ്മ ഒലിക്ക് എന്താ സംഭവിച്ചത് നേപ്പാളില്? അയാൾ പറഞ്ഞത് ഞാൻ അവിടെ വെടിവെക്കാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവന്മാരൊക്കെ എങ്ങനെയാണ് വെടികൊണ്ട് മരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞു. ഇവിടെ നമ്മുടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരുത്തൻ മരിച്ചല്ലോ, ഒരു വിദ്യാർത്ഥി നേതാവ്, അവനും വെടികൊണ്ടാണ് മരിച്ചത്. എല്ലാവരും വെടികൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ ഇറാനിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ഇറാനിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഭയപ്പെടുന്ന ഒരു കാര്യം, ഈ ഹോർമൂസ് കടലിടക അടയ്ക്കുമോ എന്ന് ഇന്ത്യക്ക് ഒരു പേടിയുണ്ട്. കാരണം അത് അടച്ചു കഴിഞ്ഞാൽ 60% ഇന്ത്യയുടെ എണ്ണ കച്ചവടം അതുവഴിയാണ് നടക്കുന്നത്. എണ്ണ കൊണ്ടുവരലും പോക്കുമൊക്കെ അതുവഴിയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പൊ നേപ്പാളിലും വലിയൊരു കലാപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ ഇതിന് ബംഗ്ലാദേശുമായി എന്തെങ്കിലുമൊക്കെ ഒരു എന്താ ഒരു 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 ലിങ്ക് ഉണ്ടോ എന്ന് പല ആൾക്കാരും സംശയിക്കുന്നുമുണ്ട്. അപ്പൊ എന്താണ് ഇതിൽ തോന്നുന്നത്? നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സകല രാജ്യങ്ങളിലും ഈ കലാപം ഉണ്ടാകുന്നതിൽ, അതും ഈ ഒരു ഘട്ടത്തിൽ, ആ ട്രംപ് വെനിസ്വേല പിടിച്ചെടുത്ത ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും അമാന്തിക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയം തന്നെയാണ് പറഞ്ഞത്. ഈ ഇറാന്റെ വിഷയം എനിക്ക് തോന്നുന്നത്, ഇറാൻ ഈ വെനിസുലയിലെ പോലെ വളരെ സിമ്പിൾ ആയിട്ടൊന്നും അമേരിക്കയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ ഇതിനകത്തൊരു മതം ഒരു വലിയ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. അതൊരു വലിയ വിഷയം തന്നെയാണ്. മതത്തിൻ്റെതായ റോളുകൾ എപ്പോഴും വഹിക്കാറുണ്ട്. അത് രാഷ്ട്രീയത്തിനേക്കാളും വളരെ ഉയർന്ന തലത്തിലാണ് നമുക്ക് പല രാജ്യങ്ങളിലും കാണാനും കഴിയുന്നത്. അപ്പൊ ഇനി അഥവാ അമേരിക്ക ഖമേനിയെ കൊല്ലുകയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാപ്പ് നോക്കി ഇസ്രായേൽ മൊസാദ് ചിലപ്പം ഖമേനിക്കിട്ട് പണി കൊടുക്കുകയോ എന്ത് ചെയ്താലും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഖമേനിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരുടെ ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡ്സ് അടക്കമുള്ളവര്, അവരൊരു വിപ്ലവത്തിൽ കൂടെയാണ് വന്നത്. അറബ് വിപ്ലവത്തിൽ കൂടെയാണ് ഖമേനി അധികാരത്തിൽ വരുന്നത്. ആ ഗ്രൂപ്പ് സജീവമാണ്. ഇത് കൂടാതെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് അവിടെ ഇറാനിൽ. അങ്ങനെ പല പല ഗ്രൂപ്പുകളുള്ളതാണ് അവിടെ. അപ്പം സ്വാഭാവികമായും അത് തന്നെ വലിയ രാജ്യമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. പിന്നെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് റഷ്യയുടെ കൈകളിൽ ഇരിക്കുന്ന അനവധി ആണവോർജ കേന്ദ്രങ്ങളുണ്ട്, റഷ്യക്കാർ തന്നെ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷെ അവിടുത്തെ നമുക്ക് ഈ ഹോർമൂസ് കടലെടുക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു സംഖ്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചബാർ തുറമുഖം ആയാലും അവിടുത്തെ ഒരു റെയിൽ പദ്ധതി ആയാലും ഒക്കെ അത് വെള്ളത്തിൽ പോകും. ഇപ്പൊ നമ്മളിപ്പം ട്രംപ് നമുക്കിപ്പോ ഒരു ഉപരോധത്തിനകത്ത് ഇത് ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട് ട്രംപ്. അപ്പൊ അതുകൊണ്ട് ഇറാൻ പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇതിനകത്ത് റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇറാനെ ബാക്ക് ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതലായിട്ടൊരു സാധനം. അതാണ് ട്രംപ് പെട്ടെന്ന് ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇവരുടെ ബോംബർ 2 വിമാനങ്ങൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ ബോംബിടാനുള്ളൊരു സാധ്യതകൾ മാത്രമേ കാണുന്നു. ഇല്ലെങ്കിൽ പുള്ളി ഒരു വെരിഫിക്കേഷൻ നടത്തും എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഈ നേപ്പാളിൽ നടന്ന സംഭവം, കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ആ സംഭവത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് വെച്ചിരുന്നതാണ്. ഇന്ത്യയിൽ വെച്ച് ഈ നമ്മൾ പറയുമല്ലോ, ഈ ഓരോ സമയത്ത് പൊട്ടിക്കാനായിട്ട് ഓരോ ബോംബ് കണ്ണൂരും മറ്റുമൊക്കെ അവർ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതൊക്കെ ചില അസമയങ്ങളിൽ ഇത് പൊട്ടാറും
ഈ ഉണ്ടാക്കിയ ആൾ മരിക്കുകയോ ഇല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് പൊട്ടുകയൊക്കെ ചെയ്യും. ചിലപ്പം ഇലക്ഷൻ ടൈമിൽ എറിയാൻ വെച്ചിരിക്കുന്ന ബോംബുകളായിരിക്കും. ഇത് പണ്ടത്തെ കഥ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കണ്ണൂരല്ല. അപ്പൊ ചിലപ്പോൾ അത് നേരത്തെ ഇരുന്ന് പൊട്ടും, ഇത് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടിരുന്ന് പൊട്ടിപ്പോകും എന്ന് പറയുന്ന കണക്ക് ഇത് ഇന്ത്യക്ക് വെച്ചിട്ടുള്ള ആയിരുന്നു ഈ ജൻസി കലാപങ്ങൾ. നേപ്പാളിൽ ആദ്യം നടന്ന ജൻസി കലാപം നമുക്ക് വെച്ചിരുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ കലാപം അടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വാങ് ചോയുടെ നേതൃത്വത്തില് ലഡാക്കില് ഒരു കലാപം നടന്നിരുന്നു. ഒറ്റ ദിവസവും ഇല്ലായിരുന്നു, ഒരു 3-4 മണിക്കൂർ കൊണ്ട് അടിച്ചു ചുരുട്ടി കെട്ടിയ സാധനം. പക്ഷെ അവിടെ നടന്നിരുന്നത്, അതായത് നമ്മൾ ഈ കരുതി വെക്കുന്ന ബോംബുകളിൽ ചീറ്റി നേപ്പാളിൽ അത് പൊട്ടി ഭംഗിയായിട്ട്, ഇന്ത്യയിൽ അത് ചീറ്റി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന സംഘർഷത്തെ ഞാൻ കാണുന്നത് ഈ ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കി ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിന്റെ ഒരു അലയൊലികൾ ഉണ്ടാകേണ്ട രാജ്യം ഇന്ത്യയാണ്. കാരണം ഈ ഇവിടുത്തെ ചില പിന്നെ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരൊക്കെ പറയുന്ന സംഘപരിവാർ ഒരു ഭീകര സംഘടനയാണെന്നാണല്ലോ. ബജറംഗ് എന്നുള്ള ഒരു ഭീകര സംഘടനയാണ്, RSS ഭീകര സംഘടന. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു കൊല്ലപ്പെടുമ്പോൾ തിരിച്ചടി ഇവിടെ കിട്ടേണ്ടതല്ലേ? എവിടെങ്കിലും ഒരു ബംഗ്ലാദേശിയെ ആക്രമിച്ച അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ല, എവിടെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇവിടെ 2 കോടിക്കടുത്ത് ബംഗ്ലാദേശികൾ ഈ രാജ്യത്തുണ്ട്. അവരെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ ബംഗ്ലാദേശിൽ ഈ കലാപം ആസൂത്രണം ചെയ്ത് ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നവരുടെ വലിയ പ്ലാൻ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വർഗീയ ലഹള നടക്കണം. കാരണം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം, കാരണം എളുപ്പമാണ്. ഇന്ത്യയിൽ കാലങ്ങളായിട്ട് പലയിടങ്ങളിലും ഹിന്ദു മുസ്ലിം സംഘർഷം പതിവായിട്ടുള്ള രാജ്യമായിരുന്നു ഇത്. ഇപ്പൊ ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഇല്ലെന്നല്ല, കുറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പമാണ് ഇവിടെ നടത്താനായിട്ട്. അതിന് പ്ലാൻ ചെയ്ത് വെച്ച സാധനമാണ്. പക്ഷെ ആ ഗുണ്ടുകൊണ്ട് ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്നത് നേപ്പാൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബംഗ്ലാദേശിലെ ഈ ഹിന്ദു വംശഹത്യക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം, അതായത് വയലന്റ് ആയിട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ നടന്നത് നേപ്പാളിലാണ്. ഇപ്പൊ ഈ സംഭവം നടന്നിരിക്കുന്നത് തെക്കൻ നേപ്പാളിന്റെ ധനുഷ എന്നാണ് കേട്ടോ, ധനുഷ പർസ എന്ന് പറയുന്ന 2 ജില്ലകളിലാണ്. അത് ഈ ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന 2 ജില്ലകളാണ്. റക്സോൾ എന്ന് പറയുന്ന ബീഹാറിന്റെ അതിർത്തിയുമായി പങ്കിടുന്ന 2 ജില്ലകളാണ് നേപ്പാളിലെ. ഇവിടെ 2 പേര്, ഹൈദർ അൻസാരി, അമനത് അൻസാരി, ഈ 2 പേര് ഒരു ഹിന്ദു മതത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുന്നു. ഇപ്പൊ ഈ AI ഒക്കെ വരുന്ന വലിയ ദുരിതമാണ്. ആ AI കൂടി ഒരു വീഡിയോ ഇറക്കുന്നു. ആ വീഡിയോ വന്നതിന്റെ പിന്നാലെ സംഘർഷം തുടങ്ങുന്നു. ആളുകൾ വന്നിട്ട് ഒരു പള്ളി, ഒരു മസ്ജിദ് അടിച്ചു തകർക്കുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ആ വീഡിയോ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. അവിടെ 3 പേർ കൊല്ലപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ ബോർഡർ അടച്ചു. കാരണം ഇതേ സെയിം സിറ്റുവേഷൻ നമ്മൾ ജൻസി കലാപം നടന്നപ്പോഴും നമ്മൾ ഈ ബോർഡർ അടച്ചിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, കാരണം ഇന്ത്യയും നേപ്പാളും തമ്മിൽ പാസ്പോർട്ട് വേണ്ടാത്ത രാജ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ബീഹാറികൾ ഒരുപാട് പേര് നേപ്പാളിൽ വർക്ക് ചെയ്തു, നേപ്പാളികൾ ഒരുപാട് പേര് ബീഹാറിൽ വർക്ക് ചെയ്തു. അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അതിർത്തി കൂടെ സുഗമമായി പോകുന്നൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ ക്ലോസ് ചെയ്തു. കാരണം അവിടുന്ന് ഈ ധനുഷ് പറഞ്ഞ കണക്ക് ഈ അജ്ഞാതന്മാർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. അജ്ഞാതൻ എന്ന് പറയുന്നത് സായിപ്പല്ലല്ലോ, അത് ഓരോ രാജ്യത്തും വിലക്കെടുത്തിരിക്കുന്ന ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളായിരിക്കാം. അപ്പൊ അവര് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇതിനെനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ നടത്തുന്നു, അത് ഇന്ത്യയിൽ വലിയ കലാപമായി മാറുന്നു. അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടണമെന്ന് ചിന്തിച്ചിരുന്നിടത്തു നിന്നാണ് അത് ഇന്ത്യക്ക് വെച്ചിരുന്ന ആ കെണി നേപ്പാളിലേക്ക് പോകുന്നു. അതായത് ജൻസി കലാപം ലഡാക്കിൽ ഉണ്ടാക്കിക്കൊണ്ടൊരു വലിയ പ്രക്ഷോഭത്തിന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ അത് നേപ്പാൾ, കാരണം നേപ്പാൾ സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കൈകള് ഈ നേപ്പാളിലെ ഇപ്പൊ നടക്കുന്ന കലാപത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിച്ച് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും അരികു ചേർന്നിട്ട് ഒരു രാഷ്ട്രം അവർക്ക് അനിവാര്യമാണ്. കാരണം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന. കാരണം പാകിസ്ഥാൻ ഓൾറെഡി തന്നെ അവരുടെ ഈ ടെറർ ഗ്രൂപ്പുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നേപ്പാൾ വഴിയാണ്. നമ്മുടെ ഈ മുംബൈ ഭീകരാക്രമണം നടത്തിയ ആളുകളൊക്കെ കുറച്ചുപേര് വന്നത് നേപ്പാൾ ബോർഡർ വഴിയായിരുന്നു. അപ്പം ഈ പാകിസ്ഥാൻ ഓൾറെഡി അമേരിക്കയുടെ കയ്യിലുണ്ട്. അപ്പൊ നേപ്പാൾ കൂടെ കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ നാളുകളായിട്ട് നേപ്പാളിൽ ഇതിനു വേണ്ടിയിട്ട് 2020 മുതൽ അവര് ഫണ്ട് ഇറക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. എത്ര രൂപ വരെയാണ് അവര് മുടക്കിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ട്, എന്തിന്റെ പേരിലായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒന്നാണോ നമുക്ക് അറിയാം. 2 രീതിയിൽ ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിലെ രോക്ഷം പൂണ്ട ഹിന്ദുക്കൾ ഒരുപക്ഷെ ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതൊരു അക്രമത്തിലേക്ക് കലാശിച്ചതായിരിക്കാം. ഇല്ല എങ്കിൽ ഇത് ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു കലാപം നടക്കുമ്പോൾ അത് ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് കരുതിയവർ
ഇനി ഇന്ത്യ നടക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്തതായിരിക്കണം. കാരണം ഇത് പെട്ടെന്നാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വീഡിയോ വരുന്നു, ഇതിന്റെ പിന്നാലെ ജനം തെരുവിലേക്ക് ഇറങ്ങും, ഒരു മസ്ജിദ് പൂർണ്ണമായിട്ട് അടിച്ചു തകർക്കും. ഇതിന്റെ വീഡിയോ ആണ് പിന്നെ പ്രചരിക്കുന്നത്, വീഡിയോ പരിപാടിയല്ല, ഇതിന്റെ വീഡിയോ പ്രചരിക്കുന്നു. ഉടൻ തന്നെ ഈ മുസ്ലിംസ് സംഘടിക്കുന്നു, അവിടെ ഭയങ്കരമായ സംഘർഷം നടക്കുന്നു, 3 പേർ കൊല്ലപ്പെടുന്നു. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. ഈ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഈ ബീഹാറിലേക്ക് ഉള്ള ലോക്കൽ മീഡിയാസ് ആണ് ഈ 3, 4 ഒക്കെ എണ്ണം പറയുന്നത്. ഒരുപക്ഷെ നാഷണൽ മീഡിയാസ് ഒന്നും അതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് നേപ്പാൾ വാർത്തകൾ ഇപ്പൊ അധികം നമ്മുടെ നാഷണൽ മീഡിയാസ് കൈകാര്യം കൊടുക്കുന്നില്ല. അതൊരു പക്ഷെ നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേനും ഈ ബീഹാർ, UP കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളുടെയും കൂടി ഒരു ബോർഡർ ആണല്ലോ. അപ്പൊ ചിലപ്പോൾ ഈ ഒരു വൈകാരികമായ എന്തെങ്കിലും വിഷയം വരുമെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കരുതിയിട്ടായിരിക്കാം വലിയ രീതിയിൽ തന്നെ അതിനൊരു ചവിട്ട് ഉണ്ട് ആ മീഡിയാസിന്. പക്ഷെ എങ്കിലും ഇന്നലെയൊക്കെ എല്ലാ മീഡിയാസും അത് കൊടുത്തിരുന്നു ഈ നേപ്പാൾ കലാപത്തെ കുറിച്ച്. അതായത് ഇന്ത്യക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നതെല്ലാം സമയം തെറ്റി പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി പഠിച്ച പണി 18 നോക്കി ധർമ്മസ്ഥല കൊണ്ടുവന്നു, കത്തിയില്ല. അതിനുശേഷം വോട്ട് ജോലി കൊണ്ടുവന്നു, കത്തിയില്ല. അവസാനം പുള്ളി ഗതികെട്ട് ഹരിയാനയെ വെച്ചിട്ട് പറഞ്ഞ് എന്റെ പൊന്നു യുവാക്കളെ നിങ്ങളൊന്ന് തെരുവിലിറങ്ങൂ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യേണ്ടി വന്നു. ഇന്നലെ ഈ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നത് ഈ മഡൂറോയെ പിടിച്ചതുപോലെ മോദിയെ വന്നിട്ട് ട്രംപ് പൊക്കിക്കൊണ്ട് പോകും, എന്താ പൊക്കിക്കൊണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന മനോരാജ്യം ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം അത് നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. ഇപ്പോ നമ്മൾ ലഡാക്കിൽ കലാപം വന്നപ്പോ ഇവിടെ കുറെ മാധ്യമങ്ങളൊക്കെ സന്തോഷിച്ചു, ഇപ്പൊ അതേ കത്തിപ്പെട്ടു, അതൊന്നും സംഭവിച്ചില്ല. പിന്നെ ഇപ്പോ ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് അവർ കരുതി, അത് സംഭവിച്ചില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് അത് ഉണ്ടായില്ല. ഇതെല്ലാം ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിട്ടുണ്ട്. ധനുഷ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ചുറ്റോട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാള്, ശ്രീലങ്ക, ഇതെല്ലാം കലാപങ്ങളിൽ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന് പറയുന്ന പാകിസ്ഥാനി പത്രത്തിൽ ഒരു ലേഖനം വന്നു. 3 മണിക്കൂറേ ലേഖനം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അതിന്റെ വാർത്ത. 3 മണിക്കൂർ മാത്രം ഉണ്ടായിരുന്ന ഒരു ലേഖനം. അത് ഓൺലൈനിലാണ് അത് വന്നത്. അതിനകത്ത് ഒരു 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 പഴയ നേതാവിന്റെ മകൻ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ട് പറഞ്ഞു, ഈ പാകിസ്ഥാനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുറെ കിഴവന്മാരാണ്, കടൽക്കിഴവന്മാരാണ്. അവരധികാരത്തിൽ ഇരുന്നിട്ട് യൂത്തിനെ വളരാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് നോക്കൂ, യൂത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തതിനാണ് ഇന്ത്യ പോലൊക്കെ രാജ്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഇവന്മാരുടെ ഒരു സ്വപ്ന രാജ്യത്ത് ജീവിക്കുന്നുണ്ടാണെന്നും പറഞ്ഞു. അപ്പൊ അത് കലാപത്തിന്റെ ആഹ്വാനമാണെന്നും പറഞ്ഞിട്ട് ആ പത്രത്തിന് വാണിംഗ് കൊടുത്തിട്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ലേഖനം പിൻവലിച്ചു. ഈ ഓൺലൈൻ ആയതുകൊണ്ട് എളുപ്പമാണല്ലോ. പ്രിന്റ് മീഡിയ ആണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് പിറ്റേ ദിവസം തിരുത്തും മാപ്പോ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ വളരെ ഈസിയാണ്, വീഡിയോ ആയാലും ഓൺലൈൻ ആയാലും നമുക്കത് പ്രൈവറ്റ് ആക്കുകയോ പിൻവലിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ശരിയാണ്, നമ്മുടെ ചുറ്റോട് ചുറ്റും കിടക്കുന്നില്ല. അതിനി അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ സ്ഥിതിയാണ് ഇപ്പം അതിലും രൂക്ഷമായിട്ട് കിടക്കുന്നത്. അതായത് നമ്മുടെ ഏഷ്യയും പശ്ചിമേഷ്യയും ആകെ സംഘർഷഭരിതമായി. മുമ്പ് നമ്മൾ ഇത് സൂചിപ്പിച്ചതാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഷ്യയിലോ ദക്ഷിണേഷ്യയിലോ ആയിരിക്കും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. യുദ്ധം അതിനും സാധ്യത വളരെ കൂടുതലാണ്. തായ്വാന്റെ സാധ്യത കൂടുതലാണ്. ചൈന ഇപ്പോൾ ഈ തായ്വാനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചൈന ഒരു വലിയ സന്നാഹമില്ലാതെ ഒരു തായ്വാൻ പിടിക്കാൻ ഇറങ്ങുമോ എന്ന് അറിയില്ല. കാരണം ചൈന നിലവിൽ ഇതുവരെ ഒരു പതിറ്റാണ്ടുകളായിട്ട് യുദ്ധരംഗത്തില്ലാത്ത ഒരു രാജ്യമാണ്. അവരിതുവരെ ആരുമായിട്ടും യുദ്ധം നടത്തിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തിയിട്ടുണ്ട്, നമ്മുടെ ആയുധങ്ങളൊക്കെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ചൈന ഒരുപാട് ആയുധങ്ങൾ ഇറക്കുന്നുണ്ട്, സംഭവം ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് എവിടെയും പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റഷ്യ നടത്തിയിട്ടുണ്ട്, പല രാജ്യങ്ങളുമുണ്ട്. ഈ ചൈന പതിറ്റാണ്ടുകളായിട്ട് ഏതാണ്ട് ഒരു 10-40 വർഷത്തിന് മുകളിൽ 50 വർഷത്തോളമായിട്ട് അവർ എങ്ങും അവരുടെ ആയുധങ്ങളോ അവരുടെ സൈന്യം എങ്ങും ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ശക്തി എത്രയുണ്ടെന്ന് അറിയില്ല. ഈ മാധ്യമങ്ങളിൽ കാണുന്ന ശക്തി മാത്രമാണ്, ശക്തിയുള്ള രാജ്യം തന്നെയാണ് അവര്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചൈന എല്ലാ തയ്യാറെടുപ്പുകളുടെയും ഒരു അടി നടത്താനുള്ള സാധ്യത. കാരണം ചൈനീസ് മാധ്യമങ്ങൾ ഇന്നലെ അവരുടെ ഈ ചൈനീസ് മാധ്യമങ്ങൾ മാത്രമല്ല, ചൈനീസ് സോഷ്യൽ മീഡിയ ഇന്നലെ ഒരു പുതിയ പോസ്റ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവര് പറഞ്ഞത് ഈ ട്രംപ് കാണിച്ചു തന്നത് ചൈനയ്ക്ക് തായ്വാൻ പിടിക്കാനുള്ള ബ്ലൂ പ്രിന്റ് ആണെന്നാണ്.
അതായത് മഡൂറോയെ കൊണ്ടുപോയത് ബ്ലൂ പ്രിന്റ് ആണ് എന്നാണ്. അത് വളരെ വ്യാപകമായി തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചൈനയുടെ ഒഫീഷ്യൽ അല്ലത്, അവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചൈനയുടെ ചില ഉപകരണങ്ങൾ പാകിസ്ഥാനിലും വെനിസുലയിലും പരാജയവുമായിരുന്നു, അവരുടെ എക്യുപ്മെന്റ്സ്. അത് പരാജയപ്പെടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവാരം താഴ്ന്ന ഉപകരണമാകാം, ഇല്ല എങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരിജ്ഞാനക്കുറവോ ഇല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻസോ ഇല്ല. ഇവിടെയാണ് നമ്മുടെ രാജ്യം മുൻപന്തി നിൽക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒരു രാജ്യത്തിൽ നിന്ന് ആയുധം വാങ്ങുമ്പോഴത്തേക്കും അതിന്റെ സോഴ്സ് കോഡ് അടക്കം നമ്മൾ വാങ്ങുകയും നമ്മൾ അതിൽ മോഡിഫിക്കേഷൻ വരുത്തി അടപടലം നമ്മളത് മാറ്റുകയാണ്. S-400 എന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളതിന് ഈ പുതിയതായിട്ട് നമുക്ക് വരുന്ന സുദർശന ചക്ര എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ അയൺ ഡോം കണക്കൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു സാമ്പിൾ സാധനമാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പരീക്ഷിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു ചെറിയ പതിപ്പ്, അതായത് ഇത്ര സാധനം, അതിന് നമ്മൾ ഈ സുദർശന ചക്ര എന്ന് തന്നെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒറിജിനൽ അല്ലാതെ ഒരു ടെസ്റ്റ് ഡോസ് എന്നത്. അവിടെയാണ് ഇന്ത്യ വിജയം. പലരും പറയുന്നുണ്ട് റഷ്യയുടെ ആയുധം വാങ്ങരുത്. കാരണം റഷ്യയുടെ ആയുധവും ഇസ്രായേലിന്റെ ആയുധവും പല ആയുധങ്ങളും യോജിപ്പിച്ചുകൊണ്ടൊരു സംയുക്ത നീക്കമാണ്. കാരണം ഇന്ത്യക്ക് സോഴ്സ് കോഡ് തരുന്നതിന് ഇപ്പം രാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ച. എന്തുകൊണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ S-400 500 നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു 10 വാങ്ങുകയും പിന്നീട് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെയുള്ള ഒരു അടി നടന്ന് അതിൽ ഈ ആയുധം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ റഷ്യയുമായി ചേർന്നാണ് നിർമ്മാണം. അപ്പോൾ നോക്കുമ്പോൾ റഷ്യക്ക് ലാഭകരമാണ്. ചൈനയ്ക്ക് ഇത് കൊടുത്താൽ ചൈന എന്ത് വെച്ചാൽ ഇതിന്റെ നേരെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഇതിന്റെ വേറൊരു പതിപ്പുണ്ടാക്കി അവർ മാർക്കറ്റിൽ ഇറക്കും. ഇന്ത്യ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ആയുധം ചെയ്യുന്നുണ്ട്, അപ്പൊ അവരുടെ വെപ്പൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മോഡിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം അത് നമ്മൾ വിൽക്കുമ്പോൾ ആ രാജ്യത്തും കൂടെ ഉൾപ്പെടും. ഇപ്പൊ ബ്രഹ്മോസ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അത് എല്ലാവരും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, അത് കൃത്യതയുള്ളതാണെന്നുള്ളത്. അത് അപ്പം അവർക്കിനി ആയുധം വിൽക്കേണ്ട കാര്യമില്ല. ഉള്ള കാലം മുഴുവൻ ഒരു ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് നടക്കുന്നത്. കാരണം ബ്രഹ്മോസിന് പുതിയ അപ്ഡേഷൻ വന്നാലും ഈ ഷെയർ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇസ്രായേലും ഇപ്പൊ അതേ രീതിയിലാണ് ഇന്ത്യയുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഇനി ചൈന നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് സർവ്വസന്നാഹവുമായിട്ട് ഇറങ്ങേണ്ടി വരും. കാരണം അവര് മുട്ടുന്നത് അമേരിക്കയോടാണ്. അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് വഴികളേ ഉള്ളൂ ഈ തായ്വാന്റെ കേസിൽ. ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അനങ്ങാതിരുന്നിട്ട് ഈ ജപ്പാനും ദക്ഷിണ കൊറിയയും കൊണ്ടൊക്കെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുക, അല്ല എങ്കിൽ അവർ രംഗത്തിറങ്ങുക. ഇത് രണ്ടായാലും ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പവർ കാണിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ചൈന വെയിറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും നേപ്പാൾ വീണ്ടും ഒരു ഡീപ് സ്റ്റേറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കുന്നത് തെറ്റ് പറയാൻ കഴിയില്ല. ഇല്ല എങ്കിൽ ബംഗ്ലാദേശിന്റെ തിരിച്ചടി തുടങ്ങി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം.